കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചിറ്റൂർ യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. 2026-28 വർഷത്തേക്കുള്ള ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നു. ചിറ്റൂർ പാലാഴിയിൽ നടന്ന പരിപാടി KVVES സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്നതാണ് ചിറ്റൂർ യൂണിറ്റിന്റെ ഏറ്റവും വലിയ വിജയം. അംഗങ്ങളെ ചേർക്കുന്നതിൽ ചിറ്റൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ജില്ലയിൽ തന്നെ 100-ലധികം അംഗങ്ങളെ ചേർത്ത 4-5 യൂണിറ്റുകളുടെ എണ്ണമെടുത്താൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന യൂണിറ്റാണ് ചിറ്റൂർ യൂണിറ്റ് എന്നത് വസ്തുതയാണ്. ജില്ലാ കമ്മിറ്റി രണ്ടാമത് അവതരിപ്പിച്ച പദ്ധതി വീലാണ്. ആ പദ്ധതി നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് ആ പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഏകോപന സമിതിയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ, ഏകോപന സമിതിയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചിറ്റൂർ മണ്ഡലത്തിലെ എല്ലാ യൂണിറ്റുകളിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ സംഘടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഈ യൂണിറ്റുകളിലെല്ലാം ഇടപെടുന്ന പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ് ചന്ദ്രേട്ടനും മനീഷനും. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഈ മേഖലയിൽ ഏകോപന സമിതിയുടെ ശബ്ദമായി മുഖമായി നിൽക്കുന്ന ഈ 2 ആളുകൾ നൽകിയിട്ടുള്ള സംഭാവനകൾ അതിനെ വിസ്മരിക്കാനോ മാറ്റി നിർത്താനോ ഞങ്ങൾക്ക് സാധിക്കില്ല. യൂണിറ്റ് പ്രസിഡന്റ് P. അനീഷ് കുമാർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി K. ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ H. ഷംസുദ്ദീൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K. ചന്ദ്രൻ, TP സക്കീർ, ജനറൽ സെക്രട്ടറി K. A. ഹമീദ്, ട്രഷറർ K. ഹരിദാസ്, സംസ്ഥാന കൗൺസിൽ അംഗം TK ഷിഹാബുദ്ദീൻ, ചിറ്റൂർ മണ്ഡലത്തിലെ യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.